നമുക്കൊരു ചുണ്ടയ്ക്ക തോരൻ വെച്ചാൽ അതിന് വേണ്ടി ചുണ്ടയ്ക്കയും കുറച്ച് സവാളയും കൊച്ചുള്ളിയും ചക്കക്കുരുവും ആവശ്യമാണ്. പിന്നെ നമുക്ക് അരപ്പുണ്ടാക്കാനായി തേങ്ങ വേണം. പിന്നെ തോരന് വേണ്ട എല്ലാ സാധനങ്ങളും. അത് കഴിഞ്ഞ് നമുക്ക് ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് കടുക് പൊട്ടിക്കാം. അതിനുശേഷം നമുക്ക് നമ്മുടെ ചക്കക്കുരുവും ചുണ്ടങ്ങായും പിന്നെ ഉള്ളിയും കൂടി ചട്ടിയിലേക്കിട്ട് ഒരല്പം വെള്ളം ഒഴിച്ച് നന്നായി വേവിക്കാം. വേവിച്ചതിന് ശേഷം നമുക്ക് മൂടി വെക്കാനായിട്ട് അടച്ചു കൊടുക്കാം. വെള്ളമൊഴിച്ച് വേവിച്ച് അതിനുശേഷം നമുക്കിത് നന്നായി വെന്തതിനു ശേഷം നമ്മുടെ അരപ്പ് ഉണ്ടാക്കാൻ ആയിട്ട് പച്ചമുളകും ജീരകവും വെളുത്തുള്ളിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും തേങ്ങയും കൂടി ചതയ്ക്കാം. എന്നിട്ട് നമുക്ക് ഈ അരപ്പിട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി ചുണ്ടയ്ക്ക തോരൻ ഉണ്ടാക്കാം. ചുണ്ടയ്ക്ക ആരും വെറുതെ കളയരുത്. ധാരാളം രോഗപ്രതിരോധ ശേഷി നൽകുന്ന ആൻറ്റി ഓക്സിഡൻറ്റുകൾ അടങ്ങിയ ഒരു ഔഷധം തന്നെയാണ് ചുണ്ടയ്ക്ക. നമ്മുടെ ശരീരത്തിൽ ഇത് വളരെ നല്ലതാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും ചുണ്ടയ്ക്ക പാഴാക്കി കളയാതെ ഉപയോഗിക്കുവാൻ ശ്രദ്ധിക്കണം. അരപ്പിട്ട് നമുക്ക് നന്നായിട്ടൊരു ആവി കയറി നന്നായിട്ട് അത് വെള്ളമൊക്കെ വറ്റി നല്ല രീതിയിൽ ഇളക്കി എടുത്തു കഴിഞ്ഞാൽ വളരെ രുചികരമാണ്. ചുണ്ടങ്ങയിലെ കയ്പ്പ് മാറാനാണ് നമ്മൾ ചക്കക്കുരു ഇടുന്നതെങ്കിലും ചക്കക്കുരുവിലുള്ള പ്രോട്ടീനുകളും കൂടിയാകുമ്പോൾ തോരൻ വളരെ അധികം ശരീരത്തിന് ഗുണമുള്ളതായി തീരുകയും ചെയ്യുന്നു. ഇനി നമുക്ക് അടപ്പ് വെച്ച് അടച്ച് 1-2 ആവി നന്നായിട്ട് കൊടുത്ത് ചുണ്ടയ്ക്ക വേയും നന്നായിട്ട് നല്ല രീതിയിൽ ഡ്രൈ ആയി വരട്ടെ. എന്നിട്ട് നമുക്ക് ഈ തോരൻ എല്ലാ തരം സമയത്തും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. കാരണം ചില ആളുകൾ വിചാരിക്കും ചുണ്ടയ്ക്ക എപ്പോഴും ഉപയോഗിക്കാൻ പറ്റില്ലെന്ന്. പക്ഷേ ചുണ്ടയ്ക്ക ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതിലെ കറ കളയണമെന്ന് മാത്രം.